ഗാസയിൽ ഇനി എന്ത്? ഇത് വലിയൊരു ചോദ്യമാണ്. ഗാസയെക്കുറിച്ച് വലിയ നിരാശയായിരുന്നു ലോകത്തിന്. കഴിഞ്ഞ 2 വർഷമായി നിരന്തരമുണ്ടായ പോരാട്ടം, നരഹത്യ. ഏതാണ്ട് 68,000-ഓളം ആളുകളാണ് അവിടെ മരിച്ചു വീണത്. കൂടുതലും നിസ്സഹായരായ സ്ത്രീകളും കുട്ടികളും. അപ്പം ലോകത്തെ ഏറ്റവും വലിയ തുറന്ന ജയിൽ എന്ന വിശേഷണം, ലോകത്തെ ഏറ്റവും വലിയ പ്രഷർ കുക്കർ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഭൂമിയിൽ ഒരു നരകമുണ്ടെങ്കിൽ അത് ഗാസയാകുന്നു. അങ്ങനെ അവസാനം വെടിനിർത്തൽ സാധ്യമായി. ഒക്ടോബർ 10, 2025 അതായത് ഒക്ടോബർ 7, 2023 ശേഷം 2 വർഷം കഴിഞ്ഞ് 3 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ വെടിനിർത്തൽ, അമേരിക്കൻ ബ്രോക്കേർഡ് പീസ് സാധ്യമായി. അപ്പോൾ ഇവിടെ എല്ലാം ശുഭം എന്നാണല്ലോ കരുതേണ്ടത്. പക്ഷേ പാൻഡോറാസ് ബോക്സ് ഗെറ്റ് ഓപ്പൺഡ്, പൻഡോറയുടെ പെട്ടി തുറക്കുന്ന അനുഭവമായിരുന്നു വെടിനിർത്തലിന് ശേഷം ഉണ്ടായത്. വെടിനിർത്തലിന് ശേഷം വെടിനിർത്തൽ തുടരുന്നു, ചെറിയ പൊട്ടലും ചുറ്റിലുമൊക്കെ ഉണ്ട്, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അവിടെ എന്താണോ കരാറിൽ ഉദ്ദേശിച്ചത്, അമേരിക്ക കൊണ്ടുവന്ന 20 ഇന പദ്ധതി, അത് ഷർമൽ ഷെയ്ഖിൽ 25 അറബി, യൂറോപ്യൻ, അമേരിക്കൻ നേതാക്കൾ ചേർന്ന് സ്ഥിരീകരിച്ച ആ ഒരു കരാർ, അതനുസരിച്ച് ഒരു ഗാസയുടെ സമഗ്രമായ സമാധാന പദ്ധതിയാണ്, ഗാസ പീസ് ഡീലാണ്. അതനുസരിച്ച് വെടിനിർത്തലിന് ശേഷം ഇസ്രായേലി സേനാ പിന്മാറ്റം ഉണ്ടാകണം. ആ സേനാ പിന്മാറ്റം ഒരു ചെറിയ ഭാഗത്തേക്ക് പിന്മാറി, ഒരു യെല്ലോ ലൈൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇടത്തേക്ക് ഇസ്രായേൽ സേന പിന്മാറി, പൂർണ്ണമായി ഒഴിഞ്ഞു പോയിട്ടുമില്ല. ബന്ദികൾ കൈമാറ്റം, ജീവനോടെ ഉണ്ടായിരുന്ന ബന്ദികൾ കൈമാറ്റം പൂർത്തീകരിച്ചിരിക്കുന്നു. 20 ബന്ദികളെ, ഇസ്രായേലിന്റെ പൗരന്മാരെ വിട്ടയച്ചിരിക്കുന്നു. അതിന് പകരമായി പലസ്തീൻ തടവുകാരെ ജീവനോടെയും അല്ലാതെയും ഇസ്രായേൽ വിട്ടയച്ചിരിക്കുന്നു. പക്ഷേ 28 ഡെഡ് ബോഡീസ് വിട്ടുകൊടുക്കേണ്ടതാണ്. അതിൽ 9 ബോഡീസ് മാത്രമേ ഇതുവരെ കൈമാറ്റം ചെയ്തിട്ടുള്ളൂ. ബാക്കി ബോഡീസ് എവിടെ എന്ന ചോദ്യം ഇസ്രായേൽ ചോദിക്കുമ്പോൾ ഹമാസിന് കൃത്യമായ ഒരു ഉത്തരമില്ല. അവർ പറയുന്നത് അതിൽ പലതും റബിൾസിനിടയിൽ, കെട്ടിട അവശിഷ്ടങ്ങളുടെ ഇടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നത്. ചില ഡെഡ് ബോഡീസ് ഒക്കെ തുരങ്കങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ടാവാം. ഇസ്രായേലിന്റെ തന്നെ ബോംബിങ്ങിൽ ഇസ്രായേലി ബന്ദികൾ ഒരുപക്ഷെ മരണപ്പെട്ടിട്ടുണ്ടാകാം, അത് നിഷേധിക്കാനാവില്ല. പക്ഷെ എല്ലാം അങ്ങനെയാണോ? അതുകൊണ്ട് ഈ ബന്ദി മോചനം, യഥാർത്ഥത്തിൽ ഡെഡ് ബോഡീസിന്റെ ഒരു കൈമാറ്റം, അതൊരു വൈകാരിക വിഷയമായി എടുത്തുകൊണ്ട് ഇസ്രായേലിൽ തകൃതിയായ പ്രചരണങ്ങൾ നടക്കുന്നു. ഒരു വശത്ത് ഈ കാരണം പറഞ്ഞുകൊണ്ട് തന്നെ ഇസ്രായേൽ വേണമെങ്കിൽ കരാർ ലംഘിച്ചുകൊണ്ട് വേണമെങ്കിൽ ഹമാസിനെതിരെ വീണ്ടും ഗാസയിൽ ആക്രമണം നടത്താവുന്നതാണ്. 1. 2, യഥാർത്ഥത്തിൽ അതിനേക്കാൾ വലിയ വിഷയം നിരായുധീകരണമല്ലേ? ഹമാസിന്റെ നിരായുധീകരണം. 2 ലക്ഷ്യങ്ങളാണ് അമേരിക്ക പ്രധാനമായും ഇസ്രായേലിന് വേണ്ടി ടൈലർ മെയ്ഡായ 2 ലക്ഷ്യങ്ങൾ. 1 ബന്ദി കൈമോചനം, അത് ജീവനോടെയുള്ളവരെങ്കിലും കൈമാറി കിട്ടി, അത്രയും നല്ലത്. ഡെഡ് ബോഡീസിനെയും കിട്ടിയാലും കിട്ടിയില്ല എങ്കിലും അതുണ്ടാക്കുന്ന ഇമ്പാക്ട് വൈകാരികം മാത്രമാണ്, അതിന് മറ്റ് ഇറ്റ് ഡസന്റ് മേക്ക് ഇൻ ഫിസിക്കൽ സെൻസ്. പക്ഷേ ഇതങ്ങനെയല്ല. ഗാസയെ ആയുധ വിമുക്തമാക്കണം, ഗാസയുടെ നിയന്ത്രണം ഹമാസിനുണ്ടാകരുത്. സായുധ സംഘം എന്ന നിലയിൽ പ്രവർത്തിക്കാൻ ഹമാസിന് അനുവാദമുണ്ടാവില്ല. അത് മാത്രമല്ല, ഹമാസ് തന്നെ അവിടെ നിന്നും, അവരുടെ ഭരണത്തിൽ നിന്നും ഒഴിഞ്ഞു പോകണം. പുതിയ ഭരണത്തിൽ ഹമാസിന്റെ പങ്കാളിത്തമോ ഹമാസിന്റെ നിയന്ത്രണമോ ഹമാസ് നിശ്ചയിക്കുന്നവരോ ഉണ്ടാകാൻ പാടില്ല. കല്ലെ പിളർക്കുന്ന ശാസനയായിരുന്നു ഈ ശാസന. ഹമാസ് ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, കെട്ട ഭാവം പോലും നടിച്ചിട്ടില്ല. ഇസ്രായേലി സേന പിൻവാങ്ങിയ ഇടങ്ങളിലേക്ക് ഹമാസിന്റെ സായുധ സംഘങ്ങൾ വിന്യസിക്കപ്പെടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ വടക്കൻ ഗാസ, ഗാസ സിറ്റി, മധ്യ ഗാസ, ഖാൻ യൂനിസ്, റഫ പ്രവിശ്യ, ഇങ്ങനെയുള്ള 5 പ്രവിശ്യകളിലെയും പ്രധാന ഇടങ്ങളിലേക്ക് ഹമാസിന്റെ സേനകൾ അല്ലെങ്കിൽ ഹമാസിന്റെ സായുധ വിഭാഗങ്ങൾ നീങ്ങിയിരിക്കുന്നു. ട്രംപിനോട് ചോദിച്ചു, എന്താണ് അങ്ങേക്ക് ഇതേക്കുറിച്ച് പറയാനൊന്നുമില്ലേ? അത് താൽക്കാലിക ഒരു അറേഞ്ച്മെന്റ് അല്ലേ? അവിടുത്തെ ക്രമസമാധാന നില ഒന്ന് പരിരക്ഷിക്കാൻ താൽക്കാലിക സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതല്ലേ? പക്ഷെ ആത്യന്തികമായി മറ്റൊരു സംവിധാനം ഉണ്ടാകും, ഹമാസ് നിരായുധീകരിക്കപ്പെടും. പക്ഷെ വീണ്ടും ദിവസങ്ങൾ 2-3 കഴിഞ്ഞു, ഹമാസ് കൂടുതൽ എൻട്രൻച്ച്ഡ് ആകുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് മാത്രമല്ല, ഹമാസ് മറ്റൊന്നുകൂടി അവിടെ ചെയ്യുന്നു. അങ്ങനെയാണ് വളരെ വലിയ സ്തോഭജനകമായ റിപ്പോർട്ടുകളാണ് ഗാസയ്ക്കുള്ളിൽ നിന്ന് വരുന്നത്. പ്രതിയോഗികൾ, ഹമാസ് എല്ലാ ഗാസക്കാരുടെയും പ്രതീക്ഷയാണെന്ന് പറഞ്ഞത് ശരിയല്ല.
ഭൂരിപക്ഷം ഗാസക്കാരും ചേർന്ന് 2006 തിരഞ്ഞെടുത്ത രാഷ്ട്രീയ കക്ഷി കൂടിയാണ് ഹമാസ് എന്ന് ഓർക്കണം. പലസ്തീന്റെ മറ്റൊരു ഭാഗത്ത്, അതായത് വെസ്റ്റ് ബാങ്ക് ഭാഗത്തെ അൽ ഫത്ത പാർട്ടി, അത് യാസർ അറഫാത്തിന്റെ പാർട്ടിയാണ്. ഇപ്പോൾ മഹ്മൂദ് അബ്ബാസ് നയിക്കുന്ന പലസ്തീനിയൻ അതോറിറ്റി, അതിന്റെ മുഖ്യ ഘടകമാണ് അൽ ഫത്താഹ് പാർട്ടി. അപ്പൊ ആ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ചില വിഭാഗങ്ങളെങ്കിലും ഇവിടെയുമുണ്ട്, ഗസയിലുമുണ്ട്. അതിൽ ചില ഗോത്ര വിഭാഗങ്ങളുണ്ട്. അപ്പൊ ആ ഗോത്ര വിഭാഗങ്ങളിൽ പെടുന്ന ചില ആളുകളെ തിരഞ്ഞുപിടിച്ച് വധിക്കുകയാണ് ഗസയിലെ ഇപ്പോഴത്തെ സൈനിക വിഭാഗമായ ഹമാസ്. ഇതിന്റെ ദൃശ്യ ആവിഷ്കാരങ്ങൾ ഉൾപ്പെടെ വരുന്നു. ഹമാസ് തന്നെ ഷൂട്ട് ചെയ്ത് എന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ചിത്രങ്ങളിൽ നിരത്തി നിർത്തി 7 പേരെ നിരത്തി നിർത്തി ഗോത്രവർഗക്കാരായ ഈ ഹമാസിനെ എതിർക്കുന്ന, അവർ അറബികളാണ്, അവർ പലസ്തീനിയൻസ് ആണ്, അവർ ഗാസൻസ് ആണ്, അവരെ നിരത്തി നിർത്തി വെടിവെക്കുന്ന ചിത്രമാണ്. അതിനർത്ഥം എന്താ? അപ്പൊ ഏറ്റുമുട്ടലുകൾ നടക്കുന്നു. ഹമാസ് വേഴ്സസ് ട്രെയിൻഡ് മിലിഷ്യ വിച്ച് ആർ ട്രൈബൽസ് ഇൻ ദ റീജൻ. അപ്പൊ പലസ്തീനിയൻ ഗ്രൂപ്പുകൾ തമ്മിൽ ഉള്ള ഏറ്റുമുട്ടൽ ഇതെങ്ങനെ ഉണ്ടാകും? അതിനുള്ള ഉത്തരം തേടിയുള്ള യാത്രയിൽ എത്തി നിൽക്കുന്നത് ഇസ്രയേലിന്റെ അധിനിവേശ കാലത്തും അതിനു മുൻപും ഹമാസിനെ കയറൂരി വിടാതിരിക്കാൻ വേണ്ടി പല ആവർത്തി സൈനിക സന്നാഹങ്ങൾ ഒരുക്കി കൊടുത്തത് ഇസ്രയേൽ തന്നെയാണ്. ഈ വിഘടന ഗ്രൂപ്പുകൾക്ക് ആ ഒരു ഗാസയുടെ മണ്ണ് തന്നെ ചെറുതാണ്, ആ മണ്ണിലെ ചില ഗ്രൂപ്പുകൾക്ക്, അല്ല മിക്കവാറും തെക്കൻ റഫ അതിർത്തിയോടൊക്കെ ചേർന്നുള്ള പ്രദേശങ്ങളിലുള്ള ഗ്രൂപ്പുകളാണ്. ഈ ഗ്രൂപ്പുകൾക്ക് വലിയ രീതിയിലുള്ള ധനസഹായവും ഭക്ഷണവും ആയുധവും എല്ലാം രഹസ്യമായി കൊടുത്ത് അവരെ ഹമാസിനെതിരെ ട്രെയിൻ ചെയ്തു വെച്ചത് ഇസ്രയേലാണ്. ഒന്ന് ഫ്ലാഷ് ബാക്ക് നോക്കിയാൽ നമുക്കതിന്റെ യുക്തി മനസ്സിലാകും. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ യാസർ അറഫത്തിന്റെ നേതൃത്വത്തിൽ 1ാം ഇൻതിഫാദ അപ്രൈസിംഗ്, 2ാം ഇൻതിഫാദ, ഇതെല്ലാം നടക്കുന്ന സമയത്ത് ഇസ്രയേലിന്റെ കുശാഗ്ര ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ് ഹമാസ്. PLOയെ ഒതുക്കാൻ ഒരു റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് ഔട്ട്ഫിറ്റ് എന്ന രീതിയിൽ ഹമാസിനെ വളർത്തിയെടുത്തത് 1980കളുടെ 2ാം പാദത്തിൽ വളർത്തിയെടുത്തത് ഇസ്രയേലാണെന്ന് ഓർക്കണം. പിന്നീട് PLO അപ്രസക്തമായി, അത് പല വഴി പോയി, പിന്നെ വെസ്റ്റ് ബാങ്ക് പ്രദേശം മാറിപ്പോയി. ഗാസയിലേക്ക് ഹമാസ് ശക്തമായി നിൽക്കുകയാണ്, അവർ ഇസ്രയേൽ വിരുദ്ധ നിലപാടുമായി നിൽക്കുകയാണ്. യഥാർത്ഥം നോക്കൂ, പാല് കൊടുത്ത കരങ്ങൾക്ക് തന്നെ കടിച്ചു എന്ന് വേണമെങ്കിൽ പറയും. ഇത് തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്ന നാളുകളിലും. ഇവിടെ ഇസ്രായേലിന്റെ പദ്ധതി, ഹമാസ് ഇപ്പോൾ ശക്തമാണ്, അല്ലെങ്കിൽ ഹമാസ് എതിർക്കപ്പെടേണ്ട വിഭാഗമാണ് ക്ഷയിച്ചുവെങ്കിൽ പോലും അവരെ എതിർക്കാൻ വേണ്ടി ഒരു ട്രൈബൽ ഗ്രൂപ്പിനെ വളർത്തിയെടുക്കുന്നു. അപ്പൊ ഇവിടെ വലിയ രീതിയിലുള്ള ആഭ്യന്തര സംഘർഷം നടക്കുന്നു. അത് വലിയ രീതിയിലൊന്നുമല്ല, പക്ഷെ എങ്കിൽ പോലും അത് ഒരു അസുഖകരമായ ഒരു ഒപ്റ്റിക്സ് ആണ് നൽകുന്നത്. ഇസ്രയേലിൽ വലിയ രീതിയിലുള്ള തർക്കവിതർക്കങ്ങൾ നടക്കുന്നു. ഇത് വെച്ചുകൊണ്ടിരിക്കാമോ? തങ്ങൾ പിന്മാറി ഇടത്ത് നടക്കുന്നത് പൂർണ്ണ അരാജകത്വമാണ്, ഒരിക്കൽ കൂടി ആക്രമിക്കേണ്ട സമയമായി എന്നുകൊണ്ട് ഇസ്രയേലിലെ റൈറ്റ് വിങ്ങേഴ്സ് മുറവിളി കൂട്ടുന്നു. അതോടൊപ്പം തന്നെ അവർ പറയുന്നു, തങ്ങളുടെ ബന്ധുക്കളെ വിട്ടുകിട്ടിയെങ്കിൽ പോലും ഡെഡ് ബോഡീസ്, തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ വിട്ടുകിട്ടിയിട്ടില്ല. അതുകൊണ്ട് പാഠം പഠിപ്പിക്കണം, ഹമാസിനെ വെച്ചിരിക്കരുത്. ഹമാസ് വീണ്ടും ഭരണത്തിലെത്തുന്നു, അല്ലെങ്കിൽ ഹമാസ് ആണ് ഇപ്പോൾ ഡിഫാക്ടോ അതോറിറ്റി ഇൻ ഗാസ. അമേരിക്കൻ സമാധാന ഡീൽ ഒന്നും നടന്നില്ല, നമ്മൾക്ക് ആക്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലിൽ മുറവിളി ഉയരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം സാക്ഷാൽ കാർമികൻ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വരുന്നത്. ഹമാസ് പൂർണ്ണമായി നിരായുധീകരിക്കപ്പെടാൻ ഇനിയും അമാന്തിച്ചാൽ ഈ കരാറിന്റെ വ്യവസ്ഥയനുസരിച്ച് തീർച്ചയായും ഹമാസിന്റെ മേൽ ബലപ്രയോഗം നടത്തപ്പെടും. അത് അമേരിക്ക നേരിട്ടല്ല ചെയ്യാൻ പോകുന്നത്, ഇസ്രയേൽ അത് ചെയ്താൽ അമേരിക്ക പൂർണ്ണ സഹായം നൽകും. അതിനർത്ഥം എന്താണ്? ആത്യന്തികമായി ഇതൊക്കെ പ്ലോട്ടഡ് ആയിരുന്നോ? ഇതൊക്കെ നമ്മുടെ ഒരു ചിന്ത ഇങ്ങനെയൊക്കെ വരുമെന്ന് മുൻകൂട്ടി നമുക്ക് ഊഹിക്കാവുന്നതല്ലേ? ഹമാസിനോട് അങ്ങനെ നിരായുധീകരിക്കപ്പെടാൻ പറഞ്ഞാൽ അങ്ങ് നിരായുധീകരിക്കപ്പെടുമോ? ഹമാസ് പറയുന്ന ഒരു കാര്യമുണ്ട്, തങ്ങൾ നിലനിൽക്കുന്നത് സ്വതന്ത്ര പരമാധികാര പലസ്തീന് വേണ്ടിയാണ്, അല്ലാതെ ഗാസയുടെ ഭരണത്തിന് വേണ്ടിയല്ല. സ്വതന്ത്ര പരമാധികാര പലസ്തീൻ പോരാട്ടത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ആയുധങ്ങൾ വേണം. അത് ഞങ്ങൾ അടിയറ വെക്കാൻ തയ്യാറല്ല. ഭരണത്തിൽ നിന്ന് വേണമെങ്കിൽ മാറി നിൽക്കാം, ഒരു സ്വതന്ത്ര പാലസ്തീനിയൻ ഗ്രൂപ്പ്, ടെക്നോക്രാറ്റുകൾ വന്നോട്ടെ, ഭരിച്ചോട്ടെ, പക്ഷെ ഞങ്ങൾ ആയുധം താഴെ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഹമാസ് പറയുന്നു. ആയുധങ്ങൾ താഴെ വയ്ക്കണമെങ്കിൽ സ്വമേധയെ വെച്ചില്ലെങ്കിൽ വയ്പ്പിക്കണം. അങ്ങനെയെങ്കിൽ അവിടെ അറബി രാജ്യങ്ങളുടെ സഹായം വേണം. ഇപ്പൊ അമേരിക്ക സ്വാഭാവികമായി ചോദിക്കുന്നത് ആരോടാണ്? മധ്യസ്ഥ രാജ്യങ്ങളോടാണ്. ഈജിപ്ത്, ഖത്തർ, തുർക്കി, ഈ രാജ്യങ്ങളുടെ സേനകൾ ഗാസയുടെ മണ്ണിൽ പ്രവേശിച്ച് ഹമാസിനെ നിർബന്ധപൂർവം ബലപ്രയോഗത്തിലൂടെ
നിരായുധീകരിക്കാൻ സാധിക്കും എന്ന് ഒരുപക്ഷെ ട്രംപ് വിചാരിക്കുന്നുണ്ടാവാം. പക്ഷെ അത് സാധിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം അവർ അവരുടെ സ്വന്തം സഹോദരങ്ങൾക്കെതിരെ ഗാസയുടെ മണ്ണിൽ പോരാടിയാൽ സ്വന്തം രാജ്യത്ത് ഈജിപ്തിലെ പബ്ലിക് ഒപ്പീനിയൻ എങ്ങനെയാവും, അല്ലെങ്കിൽ ഖത്തറിലെ പൊതുജനാഭിപ്രായം എന്തായിരിക്കും, തുർക്കിയിലെ ജനങ്ങൾ എർദോഗാനെതിരെ തിരിയില്ല, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാനാവില്ല. അവർ കരാറിലെ പങ്കാളികളാണ് എന്നുകൂടി ഓർക്കണം. നോക്കൂ, ഷർം എൽ ഷെയ്ഖിൽ ഒക്ടോബർ 10 എത്തിച്ചേർന്ന കരാറിൽ സിഗ്നറ്ററീസ് ആരാണ്? 4 സിഗ്നറ്ററീസ്, 24 രാജ്യത്തിന്റെ തലവന്മാർ പങ്കെടുക്കുന്നു. അതിൽ 4 രാജ്യങ്ങൾ മാത്രം ചേർന്നപ്പെടുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് വേണ്ടി ഡൊണാൾഡ് ട്രംപ് ഒപ്പുചാർത്തുന്നു. തുർക്കിക്ക് വേണ്ടി തയ്യിബ് എർദോഗാൻ ഒപ്പുചാർത്തുന്നു. ഈജിപ്തിന് വേണ്ടി പ്രസിഡന്റ് അൽ സിസി ഒപ്പുചാർത്തിയിരിക്കുന്നു. ഖത്തറിന് വേണ്ടി ഖത്തറിന്റെ എമീർ അൽഥാനി ഒപ്പുചാർത്തിയിരിക്കുന്നു. ഈ 4 പേരും മാത്രം ഒപ്പുചാർത്തിയാൽ ഒരു സമാധാന കരാർ നിലവിൽ വരുമോ? കൺസേൺ പാർട്ടീസ് ആരൊക്കെയാണ്? ഇസ്രയേൽ ആൻഡ് ഹമാസ്. ഇസ്രയേൽ പ്രതിനിധികൾ അങ്ങോട്ട് പോയില്ല, അങ്ങോട്ട് പോകാൻ തയ്യാറായിരുന്നു. പക്ഷേ എർദോഗാൻ പറഞ്ഞു അവർ വന്നാൽ ഞങ്ങൾ ബഹിഷ്കരിക്കും. അതുകൊണ്ട് ട്രംപ് പറഞ്ഞു, നെതന്യാഹുവിനോട് പറഞ്ഞു താങ്കൾ ഇങ്ങോട്ട് വരേണ്ടതില്ല. അങ്ങനെ ഇസ്രയേൽ വന്നില്ല. ഹമാസ് ആദ്യം തന്നെ പറഞ്ഞു ഞങ്ങളെ നിരായുധീകരിക്കാൻ വേണ്ടിയൊക്കെയുള്ള ഒരു കരാറല്ലേ, അത് നിങ്ങൾ ചേർന്ന് ചെയ്തേച്ചാൽ മതി, ഞങ്ങൾക്കതിനകത്ത് ഞങ്ങൾക്കുള്ള ഡെത്ത് വാറന്റിൽ ഞങ്ങൾ തന്നെ ഒപ്പിടാൻ തയ്യാറല്ല എന്ന് ഹമാസും പറഞ്ഞു. അപ്പൊ ഈ പീസ് ഡീലിന് എന്തർത്ഥമാണുള്ളത്? ബാക്കിയുള്ളവര് വന്ന് ചായയും പരിപ്പോടെയും കഴിച്ചു പോയി എന്നല്ലാതെ അറബ് രാജ്യങ്ങൾ, മറ്റുള്ളവർ, യൂറോപ്യൻ രാജ്യങ്ങൾ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ എത്തി, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ എത്തി, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി എത്തി. എന്ത് ഫലം? അവര് ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്ക് ഒന്നിച്ച് നിന്ന് അമേരിക്കയും സഖ്യകക്ഷികളും പിന്നെ അമേരിക്കയെ അനുകൂലിക്കുന്ന അറബി പങ്കാളികളും എല്ലാം കൂടെ ഒന്നിച്ചു ചേർന്ന് അവര് സായുജ്യമടഞ്ഞു എന്നല്ലാതെ യഥാർത്ഥത്തിൽ സമാധാനത്തിന് ഒരു ബലപ്രയോഗം നടത്താൻ ഇവർക്ക് ആർക്കും കഴിയില്ല. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വൈകി പറഞ്ഞിരിക്കുന്നു, ഇസ്രയേൽ ക്യാൻ യൂസ് ഫോഴ്സ്. ഇത് തന്നെയാണ് ഇസ്രയേലിന് കേൾക്കേണ്ടത്. ഇനിയിപ്പോൾ അറബ് രാജ്യങ്ങൾ ശബ്ദമുയർത്തില്ലല്ലോ, ഇനിയിപ്പോ മനുഷ്യാവകാശ പ്രവർത്തകർ ശബ്ദമുയർത്തില്ലല്ലോ. ഗ്രേറ്റ ടുൻബർഗും കൂട്ടരും ഒരുപക്ഷെ വീണ്ടും വന്നേക്കാം, ഫ്രീഡം ഫ്ലോട്ടുമായി വീണ്ടും വന്നേക്കാം. യഥാർത്ഥത്തിൽ പറഞ്ഞു വരുമ്പോൾ ഗാസയുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന അസുഖകരമായ ഒരു അന്തരീക്ഷമാണ്, നിരാശാജനകമാണ്. ഗാസയിലെ ജനങ്ങൾ എന്ത് പഠിച്ചു? യഥാർത്ഥത്തിൽ ഒരിക്കൽ കൂടി ഇസ്രയേലി ആക്രമണത്തിനുള്ള സാഹചര്യം അവിടെ ഒരുങ്ങിയിരിക്കുന്നു. അല്ല എങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, സമയബന്ധിതമായി ഹമാസ് ആയുധങ്ങൾ താഴെ വയ്ക്കുക, ഒരു ഫർദർ ഡീലിലൂടെ എങ്കിലും അത് സാധ്യമാവുക. ഗാസയിലെ ഭരണം, ഒരു ടെക്നോക്രാറ്റുകൾ ഗാസയിലെ ഭരണം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നു. ഒരു ടെക്നോക്രാറ്റിനെയും കണ്ടില്ല. ആ ടെക്നോക്രാറ്റുകൾ ആരായിരിക്കും തിരഞ്ഞെടുക്കുന്നത്? അമേരിക്ക നിയോഗിക്കുന്നവരാണോ? അതോ ഗൾഫ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളെല്ലാം ചേർന്ന് നിശ്ചയിക്കുന്നവരാണോ? അതോ ഗാസയിൽ പെടുന്ന പലസ്തീനിയൻസ് തന്നെയാകുമോ? അതോ പലസ്തീനിയൻ അതോറിറ്റിയുടെ, വെസ്റ്റ് ബാങ്കിലെയും ഈസ്റ്റ് ജെറൂസലേമിലും ഒക്കെ പലസ്തീനിയൻ അതോറിറ്റിയുടെ ആളുകൾ അതോടൊപ്പം ഉണ്ടാകുമോ? ഒരു നിശ്ചയവുമില്ല. അതുകൊണ്ട് എന്തായിരിക്കും യഥാർത്ഥത്തിൽ ഗാസയുടെ ഭരണകൂടം, എങ്ങനെയുള്ള ഒരു ഭരണകൂടമായിരിക്കും എന്നതിനെ കുറിച്ച് യാതൊരു നിശ്ചയമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ലോകം. അതുകൊണ്ടാണ് ഈ ഇല്ലത്ത് നിന്ന് തിരിച്ചു അമ്മാത്ത ഒട്ടെത്തിയിട്ടുമില്ല എന്ന അവസ്ഥയിലാണ്. വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയാണ്. പക്ഷേ ആ വഞ്ചിയുടെ കയറൊന്ന് ഊരി വിട്ടിട്ടുണ്ട്, ഒന്ന് അനങ്ങിയിട്ടുണ്ട്. അതാണ് വെടിനിർത്തൽ, അതാണ് ബന്ദ് കൈമാറ്റം. പക്ഷെ ശാശ്വത സമാധാനം, ഗാസയിലെ ശാശ്വത സമാധാനം ഉണ്ടാകണമെങ്കിൽ എല്ലാ വീഡിയോകളിലൂടെയും എല്ലാ സംസാരങ്ങളിലൂടെയും ഞാൻ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു ആശയമാണ്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, പിന്തുണച്ചാലും ഇല്ല എങ്കിലും, എതിർത്തോളൂ എങ്കിലും പറയുന്നു, ഇസ്രയേൽ എന്ന രാജ്യത്തിന് ഈ ഭൂമുഖത്തെ അസ്തിത്വം ഉണ്ടാകണം. അറബി പലസ്തീനിയൻ ജനത ഇസ്രയേലിനെ അംഗീകരിക്കണം. അതേ ശ്വാസത്തിൽ പറയുന്നു, സ്വതന്ത്ര പരമാധികാര പലസ്തീൻ മക്കൾക്ക് ഒരു ഭൂമി ഉണ്ടാകണം, അതിന് പരമാധികാരം ഉണ്ടാകണം, അവരെ ഇസ്രയേൽ പൂർണ്ണമായി അംഗീകരിക്കണം. ഇത് സാധിക്കാതെ ഒരു കാലത്തും സമാധാനം ഉണ്ടാവില്ല. ഇപ്പോഴത്തെ സമാധാനം അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സമാധാനമാണ്. ഇസ്രയേലിന് വേണ്ടി അമേരിക്ക കൊണ്ടുവന്നൊരു പദ്ധതി എന്ന് പലരും പറയുന്നു. അതിൽ കുറെയൊക്കെ സത്യമുണ്ട് താനും. അതുകൊണ്ട് ഇസ്രയേൽ ലോകരാജ്യങ്ങളുടെ ഇടയിൽ വലിയ രീതിയിൽ സമ്മർദ്ദം നേരിട്ടപ്പോൾ ഇതിനൊരു അവസാനം വേണമല്ലോ. ഇസ്രയേലിന് ഒരു ബ്രീതിങ് സ്പേസ് ആവശ്യമുണ്ട്. ഇസ്രയേൽ പരാജയപ്പെടുകയൊന്നും അല്ല എങ്കിൽ പോലും ഒരു ബ്രീതിങ് സ്പേസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തൽക്കാലം മാറി നിൽക്കുന്നു. ലോക മനസാക്ഷിയെ ഒന്ന് സ്വാധീനിക്കാനുള്ള എളിയ ശ്രമം എന്നതിനുപരിയായി
ശാശ്വത സമാധാനത്തിലേക്ക് ഗാസയോ പശ്ചിമ ഏഷ്യയോ നീങ്ങി എന്ന് കൃത്യമായി പറയാനുള്ള സമയം ആയിട്ടില്ല എന്നതാണ് സത്യം.